എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രവാചകൻ മരണത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ പ്രവാചകനോട് സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ, നല്ല മരണത്തിന്റെ അടയാളം എന്താ നബിയെ? മോശമായ മരണത്തിന്റെ അടയാളം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെപ്പോഴാണ് വിജയിക്കുന്നതെന്നറിയോ? ഒരു മനുഷ്യനെപ്പോഴാണ് വിജയിയാകുന്നതെന്നറിയുമോ? അതാ മരണസമയം അല്ലാഹുവേ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അതാ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന സമയമുണ്ടല്ലോ, അതാ കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിച്ച് അവസാനം നെഞ്ചിന്റെ ഭാഗത്ത് വരെ എല്ലാ മലക്കുകളും കൂടെ കൊണ്ടുവന്ന റൂഹങ്ങ് വെക്കുകയാ. അവസാനം ആ തൊണ്ടക്കുഴിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ജോലിയാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ. അതുവരെ അസ്റായീൽ ഇങ്ങനെ തലയുടെ ഭാഗത്ത് കാത്തു നിൽക്കുകയാണ്. തൊണ്ടക്കുഴിയിൽ നിന്ന് അവസാനം പിടിച്ചങ്ങോട്ടെടുക്കുന്ന ജോലിയാണ് അസ്റായീലിന്. പടച്ചവനെ, ആ തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അവസാനമായിട്ട് ജീവിതത്തിൽ അവസാനമത്തെ വാക്കുണ്ടല്ലോ, പടച്ചവനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവന് രക്ഷപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവനാണ് യഥാർത്ഥ വിജയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറയുന്ന ദിക്റാണ്. ഈ സദസ്സിലിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനറിയാ. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ ആ ദിക്റ് പറയുമല്ലോ. പടച്ചവനെ, ഏതൊരു മനുഷ്യനും മറക്കാത്ത ദിക്റാണ്. കള്ളുകുടിയനും അറിയാം, പലിശ തിന്നുന്നവനും അറിയാം, വ്യഭിചരിക്കുന്നവനും അറിയാം, ആസ്കരിക്കാത്തവനും അറിയാം, അല്ലാഹുവിനെ മറന്നു നടക്കുന്നവനും ഈ ദിക്റ് പറയാനറിയാം. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും പച്ചവെള്ളം പോലെ കാണാതറിയുന്ന, എല്ലാവർക്കും പച്ചവെള്ളം പോലെ കാണാതറിയുന്ന ഈ ഒരു ദിക്റുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ അവന് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിക്കുന്നു, അല്ലാഹ്, എന്നെ കൊണ്ടത് പറയാൻ കഴിയും തമ്പുരാന്. കാരണം ഞാൻ നിസ്കരിക്കുന്നവനാണ്, ഞാൻ ഖുർആൻ ഓതുന്നവനാണ്, ഞാൻ സദഖ കൊടുക്കുന്നവനാണ്, ഞാൻ മജ്ലിസുൻ നൂർ ഓതുന്നവനാണ്, ഞാൻ ദിക്റുകൾ പറയുന്നവനാണ്. അല്ലാഹുവേ, എനിക്ക് നിസ്കാര തടമുണ്ട്, ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉംറ ചെയ്തിട്ടുണ്ട്, ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കുന്നവനാ. എന്റെ വാപ്പ മുസ്ലിമാ, എന്റെ ഉമ്മ മുസ്ലിമാ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വല്ലാത്ത ഉറപ്പുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഉറപ്പിക്കാൻ വരട്ടെ. പലരും തോറ്റുപോയത് അവിടെയാണ്, പലരും പരാജയപ്പെട്ടു പോയത് അവിടെയാണ്, പല കൊമ്പന്മാരും അല്ലാഹുവേ തകർന്നു പോയത് അവിടെയാ. എന്റെ പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എല്ലാവരെ കൊണ്ടും കഴിയണമെന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉറപ്പുണ്ടായിരുന്നെങ്കിൽ, ആർക്കെങ്കിലും മരണത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി. സ്വന്തം മകനെ അറുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോ ഒരു കൂസലുമില്ലാതെ തന്റെ പൊന്നാര മകന്റെ കഴുത്തിൽ കത്തിവെച്ച വാപ്പയാണ് ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാപ്പ മകനോട് പറഞ്ഞു, മോനെ, 11 വയസ്സുള്ള പൊന്നുമകനോട് വാപ്പ പറഞ്ഞു, അല്ലാഹു നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു, എന്താണ് പൊന്നുമോനെ നിന്റെ അഭിപ്രായമെന്ന് ചോദിക്കുമ്പോ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ ഇസ്മായിൽ എന്ന സ്വാലിഹായ പൊന്നുമോര് വാപ്പയോട് പറഞ്ഞതെന്തെന്നറിയുമോ? സതജിദുനി ഇൻഷാ അല്ലാഹ്.
സ്വന്തം മകന് വാപ്പയോട് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പ അല്ലാഹു പറയുന്നതനുസരിക്കുക വാപ്പ, വിധിയുണ്ടെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് ഇബ്രാഹിം നബിയുടെ കണ്ണ് തള്ളുന്ന രീതിയിൽ മറുപടി പറഞ്ഞു കൊടുത്ത പൊന്നുമോൻ, ഈ വാപ്പയും മകനും കൂടെ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചത്തിന്റെ മധ്യഭാഗത്ത് അല്ലാഹുവിന്റെ അർശന്റെ താഴ്ഭാഗത്ത് പടച്ചുറപ്പിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ടൊരു പള്ളി കെട്ടി. വാപ്പയും മകനും കൂടെ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ടൊരു പള്ളി പണിതു. പരിശുദ്ധ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹു കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ആ പരിശുദ്ധമായ കഅബാലയം അതാ ഇബ്രാഹിം നബിയും തന്റെ പൊന്നുമകനും കൂടെ പണിയുകയാ. അവസാനം ആ കഅബാലയത്തിന്റെ പണിയങ്ങ് തീർന്നു കഴിയുമ്പോ ഇബ്രാഹിം നബി തന്റെ പൊന്നുമോനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് തന്റെ ഇരുകരങ്ങൾ പടച്ചുറപ്പിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്തത് എന്തെന്നറിയുവോ? പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കുക, ദുആ കാണാ. അല്ലാഹുവിനോട് പറയുന്നു, നാഥാ റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇബ്രാഹിം നബി പടച്ചുറപ്പിന്റെ ദർബാറിലേക്ക് കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് പടച്ചുറപ്പിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ട് പള്ളി എന്ന് പറയുന്ന ഒരു ഭവനം പണിതിട്ട് ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, നാഥാ ഈ സൽക്കർമ്മത്തിനെ നീ സ്വീകരിക്കണേ അല്ലാ. എന്നിട്ട് ഇബ്രാഹിം നബി അല്ലാഹുവോട് ചോദിച്ചതെന്തെന്നറിയുവോ? അല്ലാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എനിക്ക് ഭാഗ്യം തരണേ അല്ലാ. ദുആ ചെയ്തത് ഇബ്രാഹിം നബിയാ. അല്ലാഹുവിന്റെ ഖലീലാണ്, അല്ലാഹുവിന്റെ ഖലീലാണ്. അവിടുന്ന് ദുആ ചെയ്യുന്നു, റബ്ബേ ഈമാനോടുകൂടിയുള്ള ഒരു മരണം എനിക്ക് തരണേ അല്ലാ. ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു വാപ്പാ, ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു വാപ്പാ. അല്ലാഹുവിന്റെ ഖുർആൻ മറ്റൊരു ഭാഗം എടുത്തു നോക്ക്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബിയുടെ പൊന്നാര മകനായ യൂസുഫ് ഉണ്ടല്ലോ, ഈജിപ്തിന്റെ ഭരണാധികാരം തന്റെ കൈക്കുമ്പിലേക്ക് കിട്ടുമ്പോ അവസാനം തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറിയിരിക്കുന്നതിന് മുമ്പ് യൂസുഫ് നബി രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചത് എന്തെന്നറിയുമോ? റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ ഹദീസ് ഫാത്തിറ السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما. യൂസുഫ് നബി അല്ലാഹുവോട് പറയുന്നു, നാഥാ സഹോദരങ്ങൾ കൊല്ലുന്നതിന് വേണ്ടി പൊട്ടക്കിണറ്റിൽ കൊണ്ട് വലിച്ചെറിഞ്ഞ എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പടച്ചവനെ അടിമയായിരുന്ന എനിക്ക് സ്വപ്നവ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു, എനിക്ക് ഈജിപ്തിന്റെ അധികാരം തന്നു റബ്ബേ. ഇതെല്ലാം നിന്റെ ഔദാര്യമാണല്ലോ. പക്ഷേ യൂസുഫിന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്തെന്നറിയുവോ? യൂസുഫിന്റെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുവോ? ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്നറിയുവോ? തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ. പടച്ചവനെ ഈ ലോകത്ത് നിന്ന് പിരിയുമ്പോ മലകുൽ മൗത്ത് കടന്നു വന്ന റൂഹ് പിടിച്ചെന്റെ തുണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അവസാനമായി എന്റെ നാവ് പൊക്കിയിട്ട്, അവസാനമായിട്ട് എന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കണമെന്ന് വല്ലാത്ത മോഹമല്ലാ. എനിക്കതിനുള്ള
അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. യൂസുഫ് നബി ദുആ ചെയ്തതെങ്ങനെയാ? യൂസുഫ് നബി ദുആ ചെയ്തതെങ്ങനെയാ? എന്തിനു പറയണം? മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ പടച്ചവനെ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ആയിഷ ബീബി ചിന്തിച്ച്, എന്താണ് റബ്ബേ, ലോകത്തിന്റെ നേതാവ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് എന്താ? എന്താണ് സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത്? അടുത്ത് ചെന്ന് നോക്കുമ്പോ യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, ഹൃദയങ്ങളെ മാറ്റിക്കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ഈമാനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആയിഷ ബീവി ചോദിച്ചു പോയി, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ, മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുമെന്ന് ഉറപ്പില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ, അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അത് നാവ് പൊക്കിയിട്ട് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, അതാ ഒരു നൂലിൽ കെട്ടിയിരിക്കുന്ന പട്ടം പോലെയാണ് ഒരു മുസ്ലിമിന്റെ ഹൃദയം. കാറ്റടിക്കുമ്പോ എങ്ങോട്ട് വേണമെങ്കിലും അത് പറക്കുമല്ലോ. അതുകൊണ്ട് പലരും പരാജയപ്പെട്ടു പോയത് എവിടെയാ? പടച്ചവരെ, ജീവിച്ചിരുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചു, ജീവിച്ചിരുന്ന കാലം മുഴുവനും മുസ്ലിമായി ജീവിച്ചു. അവസാനം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കാഫിറിനെ പോലെ അല്ലാഹ് മരിച്ചുപോയ എത്രയോ പേരുടെ ചരിത്രം അല്ലാഹുവേ ഹദീസിന്റെ കിതാബിൽ കാണോ. ചെയ്തവരും ചെയ്തവരെ നിസ്കാര തടമ്പുള്ളവര് അവസാനം കാഫിറായി ചത്തുപോയ എത്രയോ പേരുടെ കഥ നമുക്കറിയാമല്ലോ. എങ്കിൽ അല്ലാഹുവേ, പടച്ചവനെ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ജീവിതകാലം മുഴുവനും കാഫിറായി ജീവിച്ചിട്ട് അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് മരണം മനോഹരമാക്കി എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാമെന്ന് ഉറപ്പിക്കല്ലേ. അത് പടച്ചവന് കരുണ ചെയ്തവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മൾ വിചാരിക്കേണ്ടത് ഉസ്താദെ താടിയുണ്ട്, തഴമ്പുണ്ട്, പ്രവാചകന, ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഇമാമാണ്, ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ മരണസമയത്ത് ഒരുത്തരി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയണമെങ്കിൽ അവൻ അള്ളാന്റെ കരുണ ഉണ്ടെങ്കിൽ മാത്രമേ നാവ് പൊങ്ങത്തുള്ളെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി ദുആ വായിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, ഇതുപോലെ പടച്ച റബ്ബിനെ സ്നേഹിച്ചൊരു നബിയില്ല. എന്തൊക്കെ പരീക്ഷണം കൊടുത്തു അല്ലാഹ്, എല്ലായിടത്തും ജയിച്ചു. എല്ലാ സ്ഥലങ്ങളിലും വിജയിച്ച പ്രവാചകന അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി ഒരു പള്ളി കെട്ടിയിട്ട് വാപ്പയും മകനും അള്ളാഹിനോട് ദുആ ചെയ്യാ. ഏത് വാപ്പ? മോനെ അറുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോ ഒരു മടിയില്ല, പിടിച്ച് കഴുത്തി കത്തി വെച്ച് കളഞ്ഞു. ആരാമീൻ പറഞ്ഞത്? മോനെ നിന്നെ അറുക്കാൻ അല്ല പറഞ്ഞിരിക്കണ, കളിച്ചോണ്ടിരിക്കുന്ന മോനോട് ചോദിക്കുക, വാപ്പ അല്ല അറുക്കാൻ പറഞ്ഞിരിക്കുന്ന എന്താ മോനെ അഭിപ്രായം? വാപ്പ അല്ല പറഞ്ഞത് കേൾക്കുക, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. അതാ മക്കള്. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്റെ ഒരു ആമി മതി നിന്റെ മക്കള് രക്ഷപ്പെടാൻ. അള്ളാഹു നമുക്ക് സാലിഹായ മക്കളെ തരുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ നാശത്തിന്റെ കാരണം നമ്മൾ തന്നെയാണ്. ഞാൻ അത്തിപ്പറ്റ ഉസ്താദിനെ കാണാൻ പോയിരിക്കെ, അപ്പൊ ഒരു ഉസ്താദ് ഒരു മകനെയും കൊണ്ടുവന്നു. നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഒരു ഉസ്താദ് ഒരു മകനെയും കൊണ്ടുവന്നിട്ട് അത്തിപ്പറ്റ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഭയങ്കര കുരുത്തക്കേടാ, നിങ്ങളൊന്ന് ദുആ ചെയ്യേ.
ഭയങ്കര കുരുത്തക്കേട വന്ന് ദുആ ചെയ്യാൻ. ഉസ്താദ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാം? വല്ലാത്ത അത്ഭുതമുള്ള മറുപടി. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം അള്ളാഹുവെ നീ ദീർഘായുസോടെ കാണാൻ ഭാഗ്യം തരണേ പടച്ചവനെ. ഉസ്താദിനോട് എന്റെ മകൻ ഭയങ്കര കുരുത്തക്കേടാ, ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ ബാത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ ഇവന്റെ വാപ്പയാ, നിങ്ങൾ ഇവന്റെ വാപ്പയാ. നിങ്ങൾ ഇത് പറയുന്ന സമയത്തെങ്ങാനും മലക്കുകൾ ആമീൻ എന്ന് പറഞ്ഞ പിന്നെ നിങ്ങളുടെ മക്കള് തലതിരിഞ്ഞു പോകും. അങ്ങനെ പോലും പറയാൻ പാടില്ല എന്നാണ്. മക്കളെ കുറിച്ച് നമ്മളെങ്ങനെ വൃത്തം കെട്ടവൻ എന്തെല്ലാം നമ്മൾ പറയും, അങ്ങനെ പോലും പറയാൻ പാടില്ല. കാരണം മാതാപിതാക്കളുടെ ദുആ അത് വല്ലാത്തതാ. നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഈ രണ്ടുപേരും കൂടെ അള്ളാഹിനോട് ദുആ ചെയ്യാ, പടച്ചോനെ മരിക്കുമ്പോ ഈമാനോട് കൂടിയുള്ള ഒരു മരണം തരണേ അല്ലാ. യൂസുഫ് നബി ദുആ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ദുആ ചെയ്തത് അങ്ങനെയാ. അപ്പൊ ഉറപ്പ് ആർക്കും വേണ്ടെന്നാ ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അറിയാത്ത ദിക്റല്ല, പച്ചവെള്ളം പോലെ അറിയുന്ന ദിക്റാണെങ്കിലും മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുക്കണം. ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ആ മനുഷ്യനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവര് വേണം പറഞ്ഞു കൊടുക്കാൻ. കാരണം എന്റെ പ്രിയമുള്ളവര്, വാപ്പായിക്ക് ഇഷ്ടമില്ലാത്ത മകനല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കേണ്ടത്. മരിക്കാൻ കിടക്കുന്ന ഉമ്മയെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് മക്കളാകാ, കൂടപ്പിറപ്പാകാ, കൂട്ടുകാരാകാ. വാപ്പ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് സഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം എന്തെന്നറിയുവോ? ശപിക്കപ്പെട്ട ശൈത്താനതാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് കടന്നു വരികയാ. അവന്റെ രൂപത്തിലല്ല കടന്നു വരുന്നത്. മരിച്ചുപോയ നിന്റെ വാപ്പയുണ്ടല്ലോ, മരിച്ചുപോയ നിന്റെ ഉമ്മയുണ്ടല്ലോ, നീ ഇഷ്ടപ്പെട്ടവരുടെ രൂപത്തിൽ കയ്യില് വെള്ളവും പിടിച്ചുകൊണ്ട് ശപിക്കപ്പെട്ടവൻ ഇടതുഭാഗത്തേക്ക് കടന്നു വരികയാ. മോനെ, വാപ്പയാ പറയുന്നത് പറയില്ലേ, ഉമ്മയാ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ലേ, മോനെ കുടിക്കാ വെള്ളം തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവനും ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തിലാ പിഴപ്പിക്കാൻ കടന്നു വരുന്നതെന്ന് അള്ളാഹുവിന്റെ പ്രവാചകം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് ചിലരോട് എത്ര പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ, എത്ര പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ ചിലർക്ക് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? ഒന്നാമത്തെ വിഭാഗം ആരാ? നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇന്നലെ നമ്മൾ നിർത്തിയത് എവിടെയാണ്? നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവര്, നിനക്കും മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയൂല. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ മലക്കുൽ മൗത്തിനോട് ചോദിക്കുന്നു, മലക്കുൽ മൗത്ത്, അല്ലാഹുവേ, നീ എന്ത് രൂപത്തിലാ കടന്നു വരുന്നത്? ആരോടെങ്കിലും നീ കരുണ കാണിക്കുമോ? ആരോടെങ്കിലും നീ സ്നേഹം കാണിക്കുമോ? ആരോടെങ്കിലും നീ പരിഗണന കാണിക്കുമോ? എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്ന വിഭാഗമാരാ? ആർക്കാണ് മലക്കുൽ മൗത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്നത്? സക്കറാത്തിന്റെ അവസ്ഥയിൽ റൂഹ് പിടിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന പല ബാപ്പമാരുടെയും തലയുടെ ഭാഗത്ത് നിന്നിട്ട് നിന്റെ റൂഹ് പിടിക്കുന്ന മലക്ക് നിന്നോട് പറയും, പറവാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്
എനിക്കപ്പുറം ഇരിക്കുന്ന പെങ്ങള്, നിങ്ങളുടെ കൂട്ടത്തില് പല ഉമ്മമാരും മരിക്കുന്ന സമയത്ത് അതാ ഇസ്രായേൽ ചാരത്ത് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, പറ പെങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവൻ പറയുന്നത് കേൾക്കല്ലേ, ഇവന് ശപിക്കപ്പെട്ട ശൈത്താനാ. ഞാൻ നിന്റെ ആത്മാർത്ഥ സുഹൃത്താ, ഞാൻ നിന്റെ ആത്മാർത്ഥ സുഹൃത്താ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു പറഞ്ഞു മലക്കുൽ മൗത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്ന വിഭാഗം ആരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാണണോടാ പൊന്നുമോന്, ഇസ്രായേലിനെ നിനക്ക് കാണണോ? നിന്റെ റൂഹ് പിടിക്കുന്ന മലക്കിനെ നിനക്ക് കാണണോ? അത് മരണസമയത്തല്ലടാ ചെറുപ്പക്കാരാ. എന്റെ പൊന്നുമോനെ, നിനക്ക് മലക്കുൽ മൗത്തിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് വഅദകടിന്ന് തൗബ ചെയ്ത് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണം പങ്കടിച്ച് വീടിന്റെ അകത്ത് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ ഇവിടത്തെ പള്ളിക്കട മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറും അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുമ്പോ അള്ളാഹു നിനക്ക് ആയുസ് നീട്ടി തന്ന എഴുതേക്കാനുള്ള ഭാഗ്യം അള്ളാഹു നിനക്ക് നൽകിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എഴുന്നേക്കടാ പൊന്നുമോര്. എന്നിട്ടതാ അതാ ഒരുങ്ങുകയാണ്. അവിടെ നിന്ന് പൊതുപെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ പോവുകയാ, പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ പോവുകയാ. പള്ളിയുടെ വെളിയിൽ ചെന്ന് കാലൊക്കെ കഴുകി എന്നിട്ട് പള്ളിയുടെ കവാടത്തിലൂടെ അകത്തേക്ക് കിടക്കുമ്പോ ഒന്ന് കണ്ണ് തുറന്നു നോക്കുവാപ്പാ, ഒന്ന് കണ്ണ് തുറന്നു നോക്ക് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പള്ളിയുടെ കവാടത്തിന്റെ മുന്നില് ചിരിക്കുന്ന മുഖത്തോടെ നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിങ്ങനെ കാത്തു നിൽക്കുകയാണ്. 5 വഖത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കിടക്കുന്ന മനുഷ്യര് മലക്കുൽ മൗത്ത് കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ, നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാ. എന്നിട്ട് പറയുന്നു, ഇതൊന്ന് നിലനിർത്തടാ ചെറുപ്പക്കാരാ, ഇതൊന്ന് നിലനിർത്തടാ പൊന്നുമോനെ. ഈ നമസ്കാരം നിലനിർത്തിയ ഈ ജീവിക്കുന്ന മുഖത്തോടെ നിന്റെ മരണസമയത്ത് തന്നെ കാണാമടാ. അല്ലാഹുവേ, ഓരോ മനുഷ്യരോടും പള്ളിയുടെ കവാടത്തിൽ വെച്ച് മലക്കുൽ മൗത്ത് പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നമസ്കരിക്കുന്ന നിന്റെ മുന്നിൽ വന്നിട്ട് മലക്കുൽ മൗത്ത് പറഞ്ഞു തരുന്നുണ്ട്. നമസ്കരിക്കാതെ പള്ളിയിലേക്ക് പ്രായമുള്ള വാപ്പമാര് വരെ വേച്ച് നടന്നു പോകുന്ന കാഴ്ച കണ്ടിട്ട് പോലും പള്ളിയിൽ കയറാൻ മടിക്കുന്ന ചെറുപ്പക്കാരാ, നിന്നോട് പറയും, ഇരുന്നോടാ, അള്ളാനെ മറന്നുകൊണ്ടിരുന്നു. പടച്ചുറപ്പിന്റെ വെളിക്കുത്തരം നൽകാതെ നീ ഇവിടെ ഇരുന്നു, ഒരു ദിവസം എന്നെ കാണേണ്ടി വരുമടാ. അന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് മൃഗങ്ങൾ വിളിക്കുന്നത് പോലെ കിടന്ന് വിളിച്ചു, വെള്ളം കിട്ടാതെ കിടന്ന കിടപ്പിൽ കിടന്ന് നിനക്ക് ചാകേണ്ടി വരുമടോ. അല്ലാഹുവേ, പറയും ചെറുപ്പക്കാരോ, വീട്ടിലെ ടിവിയുടെ മുന്നിലിരുന്ന് സീരിയൽ കണ്ട് ആസ്വദിക്കുന്ന പെങ്ങള്, നിന്റെ വീട്ടിലെ പ്രായമുള്ള ഉമ്മമാര് പടച്ചവനെ അവരുടെ റൂമിന്റെ അകത്തിരുന്ന് നമസ്കരിക്കുമ്പോ ഒന്ന് സൗണ്ട് പോലും കുറയ്ക്കാൻ മനസ്സില്ലാതെ കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ട് വീടിന്റെ അകത്തിരുന്ന് സീരിയൽ കാണുന്ന ഉമ്മ, പൊന്നു പെങ്ങള്, സ്വന്തം മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് വീടിന്റെ അകത്ത് കാലിന്റെ മുകളിൽ കാലും കയറ്റിയിരിക്കുന്ന വാപ്പാ, നിന്റെ മുന്നിലും അസുറായിൽ വന്നിട്ട് ഇത് തന്നെയാ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ജമാഅത്തായി നിസ്കരിക്കുന്നവനുണ്ടല്ലോ, നമസ്കാരം കളയാക്കാതെ നിസ്കരിക്കുന്നവനുണ്ടല്ലോ, അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ മലക്കുൽ മൗത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒന്നാമത്തെ വിഭാഗമാരാ, പടച്ചവനെ മരണം മോശമാകുന്ന ഒന്നാമത്തെ വിഭാഗം നിസ്കരിക്കാത്തവനല്ല, നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവനോ, നിസ്കാരം അല്ലാഹുവിനെ കളിയാക്കുന്ന രീതിയിൽ നിസ്കരിക്കുന്നവനോ. രണ്ടാമത്തെ വിഭാഗമാരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത, ആര് പറഞ്ഞു കൊടുത്താലും നാവ് പൊങ്ങാത്ത,
രണ്ടാമത്തെ വിഭാഗമാരാ? അള്ളാന്റെ റസൂല് പറയുന്ന ചെറുപ്പക്കാരാ, പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുവോ? രണ്ടാമത്തെ വിഭാഗം ഏതാ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ വിഭാഗം നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവന് നല്ല മരണം കിട്ടൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള കാര്യമാണ്. അതങ്ങോട്ട് അതിന്റെ രുചിയും ടേസ്റ്റും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താപ്പാ? അള്ളാഹുവേ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ സഹാബിയ, എല്ലാവരും കൂടെ തൂക്കുമരത്തിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കുമരത്തിൽ കയറ്റി നിർത്തിയിട്ട് കൂട്ടുകാരാണ് താഴെ നിൽക്കുന്നത്, ശത്രുക്കൾ. അവര് പറഞ്ഞു, ഹുബൈബേ, ഞങ്ങളുടെ കൂട്ടുകാരനാടാ ഹുബൈബേ, നിന്നെ കൊല്ലാൻ മനസ്സനുവദിക്കുന്നില്ല. നീ ഒന്ന് വാ, നിനക്ക് എത്ര പണം വേണമെങ്കിൽ തരാം, എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിലും തരാം, അധികാരം തരാം, നീ ഇറങ്ങി വാ, ഇസ്ലാം കളഞ്ഞിട്ട് നീ ഇറങ്ങി വാ. ഹുബൈബിനോട് പറഞ്ഞു, നീ പ്രവാചകനെ കുറിച്ച് മോശമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ മതി, നിന്നെ വിട്ടേക്കാം. ഹുബൈബ് പറഞ്ഞു, ഞാൻ പറയൂല. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരനായ സ്വഹാബി, അവിടുന്ന് പറയുന്നു, ഞാൻ പറയൂല. അവസാനം അവര് ചോദിച്ചു, ഹുബൈബേ, നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടെങ്കിൽ പറ ഹുബൈബേ, നിന്നെ യഥാ കൊല്ലാൻ പോവുകയാണ്, വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറ ഹുബൈബേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, വരുന്ന വഴിയിൽ ഫുട്ബോൾ കളിയാണെന്ന് തോന്നുന്നു എല്ലാ ചെറുപ്പക്കാരും അവിടെയാണ്. വല്ലാത്ത തിരക്കാ. എന്റെ പ്രിയമുള്ളവരെ, ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അതാ തന്റെ കഴുത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അവര് ചോദിച്ചു, ഹുബൈബേ, നിനക്ക് വല്ല ആഗ്രഹവുമുണ്ടോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം തരുവോ? എന്റെ ജീവിതത്തിൽ ആഗ്രഹം എന്തെന്നറിയുവോ? അല്ലാഹുവേ, 2 റക്അത്ത് എനിക്ക് നിസ്കരിക്കണം. ശത്രുക്കളതാ നിസ്കരിക്കാൻ അവസരം കൊടുക്കുമ്പോ മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഉടുപെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാ. പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടന്നു കരയുന്നു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവേ, എപ്പോഴും നിസ്കരിക്കുന്ന സമയത്ത് വലിയ സൂറത്ത് ഓതിയിട്ടാ ഹുബൈബ് നമസ്കരിക്കുന്നത്. എപ്പോ നമസ്കരിച്ചാൽ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഹുബൈബ് നിസ്കരിച്ചിരുന്നത്. അല്ലാഹുവേ, ഇന്ന് പെട്ടെന്ന് നിസ്കരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ നമസ്കാരമെങ്ങാണം നീട്ടിയാ ഇവര് വിചാരിക്കും ഹുബൈബിന് മരിക്കാ പേടിയാണെന്ന്. പടച്ചവനെ, വലിയ സൂറത്ത് ഓതിയിട്ട് എന്റെ നിസ്കാരമെന്ന് നീട്ടിക്കളഞ്ഞാൽ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. അല്ലാഹുവേ, അതുകൊണ്ടാണ് ചെറിയ സൂറത്ത് ഓതിയിട്ട് ഞാൻ നിസ്കരിച്ച് കൊതി തീർന്നില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവര് അവിടുന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടന്ന് കരഞ്ഞു ദുആ ചെയ്തിട്ട് അതാ കേറി നിൽക്കുമ്പോ, ചെറുപ്പക്കാരാ, പൊന്നുമോനെ, അവസാനത്തെ ആഗ്രഹവും നിസ്കരിച്ചിട്ട് മരിക്കണമെന്നായിരുന്നടാ പൊന്നുമോര്. അവർക്കൊന്നും മരിക്കാ പേടിയോ, അവർക്ക് മരണത്തെ പേടിയില്ലായിരുന്നു. കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, ഈമാനോടുകൂടിയുള്ള ഒരു മരണമുണ്ടല്ലോ. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു, പഠിക്കണം ചെറുപ്പക്കാരോ, ഒരുപാട് കാലം ഇവിടെ ജീവിച്ച മോരല്ലല്ലോ ചെറുപ്പക്കാരോ, ഇങ്ങനെ നടന്നാ പോരല്ലല്ലോ ചെറുപ്പക്കാരാ. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു മുഅത്തത്തെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഅത്തത്തെ യുദ്ധത്തിന് വേണ്ടി സ്വഹാബാക്കളൊക്കെ തയ്യാറായി. 3 നേതാക്കന്മാരെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു. ജൗഫർ റളിയല്ലാഹു തആല
തആല അൻഹു, ഹാരിസ് റളിയല്ലാഹു തആല അൻഹു, മൂന്നുപേരെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നിങ്ങളാണ് നേതാക്കന്മാർ. ഒന്നാമത്തെ ആളോട് പറഞ്ഞു നിങ്ങളാണ് കൊടി പിടിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതാ ജൗഫറെ നീ കൊടി പിടിക്കണ്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ മൂന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു കൊടി പിടിക്കണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നാമത് നീ മരിക്കും, രണ്ടാമത് നീ മരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകന് മരിക്കുമെന്ന് യുദ്ധത്തിന് മുമ്പ് പറഞ്ഞു കൊടുത്തു. അവർക്കറിയാം മരിക്കുമെന്ന്, അവർക്കറിയാം ഇന്നത്തെ രണാഗണത്തിലെ ഷഹീദാകുമെന്ന്. മരണം മനസ്സിലാക്കിയിട്ടും അവര് പിന്തിരിഞ്ഞില്ല. ഞാൻ മരിക്കാനാണ് പോകുന്നതെന്ന് അവർക്കറിയാമായിരുന്നു. അവർക്ക് ഭാര്യയുണ്ടായിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നു, അവർക്ക് മോഹങ്ങളുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഹുബൈദ യുദ്ധക്കളത്തിലേക്ക് കടന്നു ചെന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒന്നാമത്തെ സ്വഹാബിയതാ രണാങ്കണത്തിൽ വിട്ടുകൊണ്ട് വീഴുകയോ, തന്റെ കയ്യിലിരുന്ന കൊടി താഴെ വീഴുമ്പോ 33 വയസ്സുള്ള മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു, എടാ 33 വയസ്സുള്ള യുവാവായിരുന്നടാ പൊന്നുമോര്. അതാ കൊടി താഴേക്ക് വീഴുമ്പോ ഓടിച്ചെന്ന് കൊടിയെടുക്കുകയാ, ഓടിച്ചെന്ന് കൊടിയെടുക്കുകയാ. എന്നിട്ട് അതാ മോട്ടത്തിന്റെ രണാങ്കണത്തിലേക്ക് പാഞ്ഞു കയറുമ്പോ അവസാന ശത്രുക്കള് ചുറ്റുഭാഗം മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈപ്പത്തി അങ്ങ് വെട്ടിമുറിക്കുകയോ. കൊടി താഴെ വീഴുമ്പോഴാണ് പടച്ചവനെ വെട്ടിക്കൊണ്ടതെന്ന് മനസ്സിലാകുന്നത്. ഇടത് കൈ കൊണ്ട് കൊടിയെടുക്കുകയാണ്, ഇടത് കൈ കൊണ്ട് കൊടിയെടുക്കുകയാ. മുന്നോട്ട് പോകുമ്പോ രണ്ടാമത്തെ കയ്യും വെട്ടിമുറിച്ചു. താഴെ വീണ കൈ മുറിഞ്ഞ കൈ കൊണ്ടെടുത്തിട്ട് തന്റെ കച്ചത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാ. പടച്ചവര് നാലു ഭാഗത്ത് നിന്നിട്ട് ആ സഹാബിയെ വെട്ടിഞ്ഞുറുക്കുകയോ. 93 വെട്ടുണ്ടായിരുന്നടാ ചെറുപ്പക്കാരോ. യുദ്ധക്കളത്തിൽ കിടക്കുമ്പോ, മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ തന്റെ ശരീരത്തിൽ 93 വെട്ടുകൾ ഉണ്ടായിരുന്നു പൊന്നുമോര്. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ ഒരു സഹാബി വെള്ളവുമായിട്ട് ഓടി വരികയോ. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് അതാ മരണ സമയത്ത് വെള്ളം കുടിച്ചിട്ട് മരിക്കാറ് അവിടുന്ന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ജൗഫർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സഹാബാ, എനിക്കുന്ന സുന്നത്ത് നോമ്പാട് സഹാബാ. അല്ലാഹു ആയുസ് തന്നോ, വൈകുന്നേരത്ത് നോമ്പ് മുറിക്കാമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ രൂപമുള്ള സഹാബിയായിരുന്നു. പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അവസാനം മുഅ്തത്ത് യുദ്ധത്തിലെ മഹാനായ ജൗഫർ തങ്ങള് അവിടെ ഷഹീദാവുകയോ. അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധം കഴിഞ്ഞിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. മരണവാർത്ത പറയാ, മരണവാർത്ത പറയാ. അല്ലാഹുവിന്റെ പ്രവാചകന് ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ കാണുന്ന കാഴ്ച എന്താ? രണ്ട് മക്കളും പുതുവസ്ത്രവും ധരിച്ചിങ്ങനെ വാപ്പാരെ കാത്തു നിൽക്കുകയോ. പ്രിയപ്പെട്ട ഭാര്യ യുദ്ധം കഴിഞ്ഞ് വിജയിച്ചു വരുന്ന തന്റെ ഭർത്താവിനെ സ്വീകരിക്കാൻ ഭക്ഷണവും ഉണ്ടാക്കി മക്കളെയും ഒരുക്കി നിർത്തി പടച്ചവനെ കാത്തു നിൽക്കുകയോ. അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, പുതുവസ്ത്രവും ധരിച്ച് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയോ. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിക്കും, നബിയേ, ഞങ്ങളുടെ വാപ്പ എവിടെ നബിയേ?
തങ്ങളുടെ മക്കൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് വാപ്പയെ കുറിച്ച് ചോദിക്കുമ്പോ രണ്ട് മക്കളെയും തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹി ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാ. പിഞ്ചമക്കളോട് നിങ്ങളുടെ വാപ്പ ശഹീദാ എന്ന് പറയാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കരയുകയാണ്. ജൗഫർ തങ്ങളുടെ ഭാര്യ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്ന നബിയേ, മുത്തത്തിന്റെ രണാങ്കണത്തില് മുത്തത്തിന്റെ നേതാക്കന്മാർക്ക് എന്ത് പറ്റി നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണ്, നിന്റെ ഭർത്താവ് ജൗഫർ ഉണ്ടല്ലോ, രണ്ട് കൈകളില്ലാത്തത് കാരണം ചിറക് വെച്ച് പറന്ന് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ട് പെണ്ണ്, നാളെ പടച്ചിറപ്പിന്റെ സ്വർഗത്തിലേക്ക് ചിറക് വെച്ച് പറന്നു വരുന്ന സ്വഹാബിയാ മഹാനായ ജൗഫർ തങ്ങള് മോനെ ജീവിച്ചിരുന്നപ്പോഴേ പറഞ്ഞിരുന്നു നീ മരിക്കുമെന്ന്. ഇരടാകടത്തിൽ നീ ഷഹീദാകും, നീ ഷഹീദാകും, നീ ഷഹീദാകും. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ പടച്ചവരെ മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും യുദ്ധക്കളത്തിലേക്ക് കടന്നു പോയത് എന്തിനു വേണ്ടി എന്നറിയോ? എടാ 33 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനു വേണ്ടിയാ? മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള ഒരു മരണം കിട്ടുമല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, പൊന്നുമോളെ, നീയാണ് അലംഭാവം കാണിക്കുന്നത്. പടച്ചവനെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ സർവ്വ ജോലികളും മാറ്റിവെച്ചിട്ട് പടച്ചവനെ അധികം പെണ്ണുങ്ങളും ഉച്ചയ്ക്ക് കുളിക്കാറില്ല. അടുക്കളയിലെ ജോലിയായത് കാരണം പടച്ചവനെ അസറിന്റെ സമയം എല്ലാ ജോലികളും തീർന്നതിന് ശേഷം പടച്ചവനെ കുളിച്ചുരങ്ങിയിട്ട് ലോഹറും അസറും കൂടെ ഒരുമിച്ചടിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പെങ്ങളെ, വേണ്ട പൊന്നുമോള്, വേണ്ട പൊന്നുമോള്, 5 വഖത്ത് നമസ്കാരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ എന്ത് ജോലിയിലാണെങ്കിലും ചില പെണ്ണുങ്ങൾ പറയും, ഉസ്താദേ കുളിക്കാതെ എങ്ങനാ നിസ്കരിക്കുന്നത്? പൊന്നുമോളെ, ശരീരത്തിലെ വേർപ്പൊന്ന് കഴുകിക്കളയാ. പെട്ടെന്ന് കൈകാലുകൾ കഴുകിയിട്ട് പെട്ടെന്ന് പോയി അവ്വൽ വഖത്തിൽ തന്നെ നമസ്കരിക്കുന്ന ശീലമുണ്ടാക്കിയെടുത്തോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മരണസമയം മോശമാകുന്ന ഒന്നാമത്തെ വിഭാഗം നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാ. രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സ്വഹാബാ, രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഒരു ദിവസം 5 നേരം വിളിക്കുന്ന ഒരു വിളിയുണ്ട്, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ച, എത്ര തഴമ്പുണ്ടെങ്കിലും എത്ര നീളമുള്ള താടിയുണ്ടെങ്കിലും നീ എത്ര കൊലകൊമ്പനാണെങ്കിലും മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നിനക്ക് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ വഴുതു പറയുന്ന മനുഷ്യൻ, അല്ലേ? അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിന്റെ ഫോൺ ഒന്ന് താഴ്ത്തി വെക്കാൻ നിനക്ക് സമയമില്ല, ഒരു പരിഗണനയുമില്ല. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ സംസാരം പള്ളിയുടെ കമ്മിറ്റി ഓഫീസിനകത്ത് വരെ സംസാരം നിർത്തൂല. അള്ളാന്റെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോ കമ്മിറ്റി ഓഫീസിനകത്ത് പോലും പള്ളിക്കകത്തിരുന്നിട്ട് പോലും അള്ളാഹുബെ സംസാരം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സാരം നീ രക്ഷപ്പെടൂല വാപ്പാ, നീ രക്ഷപ്പെടൂല. അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന പെണ്ണെ, മരണസമയത്ത് നിന്റെ നാക്ക് പൊക്കിയിട്ട് നിനക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ
അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ സംസാരിച്ചാൽ 30 കൊല്ലം കഷ്ടപ്പെട്ട് ഇബാദത്ത് എടുത്തത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 6 സമയങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം സുഖമാണോ എന്ന് ചോദിച്ചാൽ മതി. ഇങ്ങനെ കൂട്ടുകാരനെ കാണുമ്പോൾ അളിയ സുഖമാണോടാ, മക്കളൊക്കെ നന്നായിരിക്കുന്നോടാ, ഇത് ദുനിയാവിന്റെ കാര്യമാണ്. ഈ 6 സമയങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞ 30 കൊല്ലം കഷ്ടപ്പെട്ടത് മുഴുവൻ നഷ്ടമായി പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. അതിലെ 1ാമത്തെ സമയം ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് അതാ മഹാനായ അലിയാരിതങ്ങൾ പറയുകയാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവേ, ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം സംസാരിച്ചാൽ 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുമ്പോ, അല്ലാഹുവേ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയൂല. 1 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെടുകയാണ്. 2 പടച്ചവരേ, അല്ലാഹുവേ, നല്ല മരണം കിട്ടൂല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് നാളെ പരലോകത്ത് കടന്നു വരുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെന്ന് പറയുന്നുണ്ട്, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പെൺതാരങ്ങളിൽ കുടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ മുകുതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് ഇടഞ്ഞും നടന്ന നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം കടന്നു വരുമെന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ, ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് ഒരു വിഭാഗം എഴുന്നേറ്റ് വരികയോ. നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് കോടാടി കോടി ജനങ്ങൾ മുഴുവനും നിൽക്കുമ്പോ പട്ടികയുടെ കോലത്തിൽ എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട്, പട്ടികയുടെ രൂപത്തിൽ എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാ, അവരാരെന്നറിയോ? അവരാരെന്നറിയോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ച് ചിരിച്ചവര് നാളെ പട്ടികയുടെ കോലത്തിലാണ് നീ പരലോകത്ത് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത മഹത്വമോ. ആരാണ് പടച്ചവരെ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ആർക്കെന്നറിയോ? അത് പള്ളിയിലെ ഇമാമിനല്ല, കമ്മിറ്റിക്കാർക്കല്ല, അല്ലാഹുവേ, നാട്ടുകാർക്കല്ല. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മനുഷ്യനാരാ? ഇവിടുത്തെ പള്ളിയിൽ 5 നേരം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവേ, ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനുണ്ടല്ലോ, ആ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്. അല്ലാഹുവേ, എന്ന് മുഅദ്ദിന്മാരെ പരിഗണിക്കാത്തവരുണ്ട്. അല്ലാഹുവേ, മുക്രി എന്ന് വിളിച്ചിട്ട് മുഅദ്ദിൻ എന്ന് പറഞ്ഞ് നിസാരമായി തെല്ലുന്നവരുണ്ട്. ഇവിടത്തെ ബാങ്ക് വിളിക്കുന്ന മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, ജനങ്ങളെ നിങ്ങളെ പരിഗണിച്ചില്ലെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾക്ക് വല്ലാത്ത സ്ഥാനമാ. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വ്യക്തി നിങ്ങളാ. നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് അതാ 2 വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയോ. എല്ലാവരും തല താഴ്ത്തി നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. പ്രവാചകൻ പറഞ്ഞ് 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. ആ 2 വിഭാഗത്തിൽ ഒരു വിഭാഗം ഏരെന്നറിയുവോ? അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ തല നാളെ പരലോകത്ത് ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായി നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.